ഇന്നത്തെ മൈക്രോസോഫ്റ്റ് ഓഫീസ് വേഡ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷേപ്സ് ടെക്സ്റ്റ് ബോക്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഒരു ID കാർഡ് ഉണ്ടാക്കാനായിട്ട് പഠിച്ചിരുന്നു. ഇന്ന് നമുക്ക് ടേബിൾ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ID കാർഡ് ക്രിയേറ്റ് ചെയ്യാൻ നോക്കാം. വളരെ എളുപ്പത്തിൽ നമുക്ക് ടേബിൾ ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാം. ടേബിൾ ആദ്യം നമുക്ക് ID കാർഡ് ഉണ്ടാക്കാനായിട്ടുള്ള ടേബിൾ എടുക്കാം. അതിൽ ഇൻസേർട്ട് ടേബിൾ നമുക്ക് ഒരു ടേബിൾ നമുക്കൊരു സിംഗിൾ കോളം സിംഗിൾ കോളവും ഒരു 4 റോയുള്ള ഒരു ടേബിൾ ഞാൻ ക്രിയേറ്റ് ചെയ്തു. അതിനുശേഷം അലൈൻമെന്റ് ടേബിളിൽ നമ്മൾ അലൈൻമെന്റ് ഒരു സെന്റർ അലൈൻമെന്റ് ക്രിയേറ്റ് എടുത്തു ഫസ്റ്റത്തെ റോയില്. എന്നിട്ട് സ്കൂളിന്റെ പേര് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഫസ്റ്റത്തെ സെല്ലില് സ്കൂളിന്റെ പേര് ടൈപ്പ് ചെയ്യാം. ഫോൺ സൈസ് ഒക്കെ നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ ഹോം ടൂൾ ബാറിൽ പോയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു 20 കൊടുത്തു. ഫോണ്ട് നമുക്ക് വേണ്ട ഒരു ഫോൾഡ് ഞാൻ അൾജീരിയ എന്ന് പറഞ്ഞൊരു ഫോൾഡ് കൊടുത്തു. നമുക്ക് അഡ്രസ്സ് അതിൻ്റെ താഴെ എൻ്റർ അടിക്കാം. എന്നിട്ട് സ്കൂളിൻ്റെ അഡ്രസ്സ് ഇനി നമുക്ക് ഫോട്ടോ ഇൻസേർട്ട് ചെയ്യണം. ഫോട്ടോ ഇൻസേർട്ട് ചെയ്യാൻ അടുത്ത സെല്ലിൽ കഴ്സർ വെക്കാം. അതിനുശേഷം ഇൻസേർട്ടിൽ പോയിട്ട് പിക്ചറിൽ പോയിട്ട് നമ്മുടെ പിക്ചർ ഫോൾഡർ ഏതാണോ, ഡിയിലാണെങ്കിൽ ഡി ഡ്രൈവ്, ഇയിലാണെങ്കിൽ ഈ ഡ്രൈവ് എടുത്തിട്ട് നമ്മുടെ പിക്ചർ ഫോൾഡർ സെലക്ട് ചെയ്തിട്ട് പിക്ചർ ഉണ്ടെങ്കിൽ പിക്ചർ നമ്മൾ ഓപ്പൺ ചെയ്തെടുക്കാം. ഏതാ പിക്ചർ എന്ന് വെച്ചാൽ നമുക്ക് പിക്ചർ ഓപ്പൺ ചെയ്തെടുക്കാം. ഞാനിവിടെ നിന്ന് ഒരു പിക്ചർ ക്ലിപ്പാർട്ടിൽ നിന്ന് ഇൻസേർട്ടില് ക്ലിപ്പാർട്ട് എടുത്തിട്ട് ക്ലിപ്പാർട്ടിൽ നിന്ന് ഞാനൊരു പിക്ചർ ഇൻസേർട്ട് ചെയ്യാണ്. ഒരു പിക്ചർ ഇൻസേർട്ട് ചെയ്തു. ആ പിക്ചറിനെ നമുക്ക് വേണ്ട ആവശ്യമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്ത് വെക്കാം. ആരോഗ്യ വെച്ചിട്ട് മൂവ് ചെയ്യാം, അല്ലെങ്കിൽ മൗസ് വെച്ചിട്ട് നമുക്ക് മൂവ് ചെയ്ത് വെക്കാം. ഇത് ചെറുതാക്കാനായിട്ട് നമുക്ക് കോർണറിൽ പിടിച്ച് ഡ്രാഗ് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പിക്ചർ നമുക്ക് ആവശ്യമായിട്ടുള്ള സൈസിലേക്ക് ടേബിളിനെ നമുക്ക് ഒന്ന് ചെറുതാക്കണമെങ്കിൽ ടേബിളിൻ്റെ ഈ കോർണറിൽ പിടിച്ചിട്ട് നമ്മൾ വിഡ്ത്തും ഹൈറ്റും നമുക്ക് ആവശ്യമായിട്ടുള്ള ഇതിലേക്ക് എടുത്തിടാം. ഇനി നമുക്ക് കുട്ടിയുടെ നെയിം ടൈപ്പ് ചെയ്യാനായിട്ട് അലൈൻമെന്റ് സെന്റർ എടുക്കുക. സ്റ്റുഡന്റ് നെയിം കൊടുക്കാം. സ്റ്റുഡന്റ് നെയിം, ഡേറ്റ് ഓഫ് ബർത്ത് നമ്മളുടെ കുട്ടിയുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം.
ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അടുത്ത സെല്ലിലേക്ക് വരാം. അവിടെ നമുക്ക് ഇഷ്യൂ ഡേറ്റ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എക്സ്പയറി ഡേറ്റ് ഉണ്ടെങ്കിൽ എക്സ്പയറി ഡേറ്റ് കൊടുക്കാം. അതല്ലെങ്കിൽ ഡ്യൂറേഷൻ ആണെങ്കിൽ ഡ്യൂറേഷൻ കൊടുക്കാം. എത്രയാണ് ഡ്യൂറേഷൻ എന്ന് വെച്ചാൽ അത് കൊടുക്കാം. നമുക്ക് ടേബിളിന് കളറൊക്കെ സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ടേബിൾ സെലക്ട് ചെയ്യാം. ടേബിൾ സെലക്ട് ചെയ്തതിന് ശേഷം ടേബിളിൻ്റെ ടൂൾസ് എടുക്കാം. അതിൽ ലേഔട്ട് ടൂൾസ് എടുത്തിട്ട് നമുക്ക് ഡിസൈൻ ഉണ്ട്, ലേഔട്ട് ഉണ്ട്. അതിൽ നമുക്ക് ഷെയ്ഡിങ് കളർ എടുക്കാം. നമുക്ക് ഏതാണ് കളർ എന്ന് വെച്ചാൽ നമുക്ക് ആ കളറ് നമുക്ക് ഭംഗിയായിട്ട് പല കളറുകൾ കിട്ടും. ഏത് കളറാണോ വേണ്ടത് ആ കളർ സെലക്ട് ചെയ്തെടുക്കാം. ഇനി ഫോൺ കളറ് അതിന് മാച്ച് ചെയ്യാവുന്ന ടേബിളിൻ്റെ കളറിന് മാച്ച് ചെയ്യുന്ന ഫോൺ കളറ് ഹോമിൽ പോയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കാം. നോക്കുക ഏത് കളറാണോ വേണ്ടത് ആ കളറ് നമ്മൾ പോയിട്ട് സെറ്റ് ചെയ്ത് വയ്ക്കാം. നമുക്ക് ഇവിടുന്ന് തീം കളർ കിട്ടിയിട്ടില്ലെങ്കിൽ മോർ കളേഴ്സ് എടുക്കാം. മോർ കളേഴ്സ് എടുത്തിട്ട് നമുക്ക് അതിൽ ഏത് കളറാണോ വേണ്ടത് ആ കളറ് കൊടുത്ത് ഓക്കെ കൊടുക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് നമ്മുടെ ഫോട്ടോ കാണുന്നില്ല. അപ്പോൾ നമ്മൾ പിക്ചർ ടൂൾ എടുക്കാം. അതിൻ്റെ ടെക്സ്റ്റ് റാപ്പിംഗ് ഓപ്ഷൻ എടുത്തിട്ട് നമ്മൾ പിക്ചറിനെ എടുത്തിടാം. അലൈൻമെന്റ് പോയി സെൻറ്റർ ചെയ്യാം. അപ്പോൾ നമ്മുടെ പിക്ചർ സെൻറ്ററിലേക്ക് സൈഡിലാണ് വേണ്ടെങ്കിൽ സൈഡിൽ പിക്ചർ വെച്ചിട്ട് അതിൻ്റെ തൊട്ടടുത്തായിട്ട് നമുക്ക് സ്റ്റുഡൻറ്റ് നെയിമും മറ്റും ഇൻസേർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അതൊക്കെ നിങ്ങളുടെ ഐഡിയ പോലെ ചെയ്യാം. അതങ്ങനെ ചെയ്യണമെങ്കിൽ ലെഫ്റ്റ് അലൈൻമെൻറ്റ് തന്നെ എടുത്തിട്ട് സ്റ്റുഡൻറ്റ് നെയിം ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ നമ്മൾ കട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. അലൈൻമെന്റ് സെൻറ്റർ പേരൊക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. ഈ സെല്ല് വേണ്ടാന്ന് വെച്ചാൽ നമുക്ക് ആ സെല്ല് ടേബിളിൽ പോയിട്ട് ലേഔട്ടിൽ പോയിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാം. ഡിലീറ്റ് ക്രോസ് കൊടുക്കാം. അതാ നമുക്ക് നല്ല ഭംഗിയായിട്ടൊരു ID കാർഡ് ടേബിൾ ഉപയോഗിച്ചിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം.